ഇപ്പോൾ പി രാജീവ് സംസാരിക്കുന്നുണ്ട്, അതിലേക്ക്. ഞങ്ങളല്ല തുടങ്ങിയത്, യഥാർത്ഥത്തിൽ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, പിന്നെ മനോരമ 2-3 പത്രങ്ങൾ ആദ്യം ദേശാഭിമാനിയുണ്ട്. ഈ പത്രങ്ങളെല്ലാം വാർത്ത കൊടുത്തു. ദൃശ്യമാധ്യമങ്ങൾ ആദ്യം കൊടുത്തില്ല എന്ന് തോന്നുന്നു. ആദ്യം അച്ചടി മാധ്യമങ്ങളിലാണ് വന്നത്. ഇങ്ങനെ ഹെലികോപ്റ്റർ വന്നു, ഹെലികോപ്റ്റർ തിരിച്ചു പോകേണ്ടി വന്ന കാര്യം ഇതിനു വേണ്ടിയാണ് എന്ന് ആ പത്രങ്ങളല്ലേ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ദൃശ്യമാധ്യമങ്ങളിലേക്ക് വന്നു. അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്ക് എല്ലാവരും എത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വിവാദമായി കഴിഞ്ഞപ്പോൾ നേരെ തെന്നിമാറാനുള്ള ശ്രമമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഇൻവെസ്റ്ററെ കാണാനാണെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ അതീവ രഹസ്യമായി വന്ന് കാണുന്നു, അത് മറ്റ് സ്റ്റേറ്റുകൾ തട്ടിക്കൊണ്ടുപോകാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. സാധാരണ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ കാണുന്നത് ടീമായിട്ടേ കാണാം. പ്രിൻസിപ്പൽ സെക്രട്ടറി, KSIDC ചെയർമാൻ, കിൻഫ്ര MD ഇവരെല്ലാവരും ഇരുന്നിട്ടാണ് മീറ്റ് ദ ഇൻവെസ്റ്റർ എന്നൊരു പരിപാടിയിലാണ്. സാധാരണ ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോയിൻമെൻറ്റ് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആണ് ഇപ്പോൾ സാധാരണ ഉദ്യോഗസ്ഥരുടെ സൗകര്യത്തിന് കൊടുക്കേണ്ടി വരിക. എന്നാൽ ചില ഘട്ടങ്ങളിൽ അവർ കൊച്ചിയിൽ തന്നെ വന്ന് വേറെ ഫ്ലൈറ്റ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ചിലപ്പോൾ കാണണമെങ്കിൽ അങ്ങനെയും കാണേണ്ടതുണ്ട്. അപ്പോൾ മറ്റാരും അറിയാതെ അത് വരുമ്പോൾ അദ്ദേഹം അത് സർപ്രൈസോടുകൂടി കുറച്ച് നാൾ കഴിഞ്ഞ് വരട്ടെ. പക്ഷേ ഇതിൽ വന്നത്, ഞാൻ ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനുവേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കുറേ കൂടി വൈകാരികമായിട്ടാണ് പ്രതീക്ഷിച്ചത്. അത്രയും ഇന്ന് അതിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, ഇന്നാണ് ഉന്നതതല യോഗം നടന്നതായിട്ട് മനസ്സിലാക്കുന്നത്. ആ യോഗം നേരത്തെ നടന്നെങ്കിൽ ഈ ബ്രീഫിംഗ് നേരത്തെ ഉണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇനി നടന്നെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിൽ വെച്ച് തന്നെ ഉന്നതതല യോഗങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഉന്നതതല യോഗം നടന്നതായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേജ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള അത്തരം മുന്നറിയിപ്പുകളൊന്നും തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവിടെ ഇന്ന് രാവിലെ ചില ചാനലുകൾ ചോദിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ഭക്ഷണം വിവാദം, ഞാൻ പറഞ്ഞു അദ്ദേഹം പറയും ഞാൻ ഭക്ഷണം കഴിച്ച് കുഴപ്പമായോ, നേരത്തെ പിണറായി ഭക്ഷണം കഴിച്ചില്ലേ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ. ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചോദിക്കുമ്പോൾ അതുകൊണ്ട് മാത്രം പറയുകയാണ്. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് 2 ജില്ലകളും അത് റെഡ് അലർട്ട് മാത്രമല്ല എക്സ്ട്രീംലി ഹെവി റെയിൻസ് എന്നാണ് ഇവർ തന്നെ പി രാജീവ് സംസാരിക്കുകയായിരുന്നു.